ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ 3 ഫേസ് ഡി ബി, അതായത് നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ 3 ഫേസ് ഡി ബി ആണ് കോമൺലി വെക്കുന്നത്. കാരണം കറണ്ട് കണക്ഷൻ കാര്യങ്ങൾ കേസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് 3 ഫേസിൻ്റെ കണക്ഷൻ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് 3 ഫേസ് തന്നെ ഓൾറെഡി പുതിയ വീടുകൾ ചെയ്യുന്ന സമയത്ത് 3 ഫേസ് കണക്ഷൻ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് 3 ഫേസ് എടുത്താൽ മതി. കണക്ഷൻ എടുക്കുമ്പോൾ സിംഗിൾ ഫേസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 3 ഫേസ് ഡി ബി നമ്മൾ എങ്ങനെ ഉറപ്പിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് എല്ലാറ്റിൻ്റെ ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ LCB കാര്യങ്ങളെല്ലാം താഴെ വരുന്നതിന് ശേഷം മുകളിൽ ഐസൊലേറ്റർ വരുന്നു. പിന്നെ അതിനുശേഷം ഓരോന്ന് സെലക്ട് ചെയ്തതിന് ശേഷം 3 ഫേസ് വരുന്നു. MCBകളെല്ലാം ഈ സെക്ഷനിൽ വരുന്നു. അതുപോലെ തന്നെ അടുത്ത MCB സെക്ഷൻ RYB എന്ന് പറയുന്ന 3 MCBയുടെ 3 ഫേസിൻ്റെ സെക്ഷനാണ് വരുന്നത്. പിന്നെ അത് കണ്ടാൽ N എന്ന് മാർക്ക് ചെയ്തതാണ്. ഇതെല്ലാം തന്നെ ന്യൂട്രലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രൽ ലിങ്കാണ്, ന്യൂട്രൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. ആ ന്യൂട്രലിലെല്ലാം തന്നെ അതിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എർത്താണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ റൂമിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ, എല്ലാത്തിൻ്റെ സർക്യൂട്ടുകൾ നമ്മൾ വലിക്കുന്ന എർത്ത് കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ലിങ്ക് ചെയ്യുന്ന DBയിൽ വന്ന് ലിങ്ക് ചെയ്യുന്ന സെക്ഷനാണ് അത്. പിന്നെ നമ്മൾ ഉറപ്പിക്കുന്നത് ശ്രദ്ധിക്കുക, അത് തേച്ചിട്ടില്ല. തേക്കുന്നതിന് മുന്നാണ് നമ്മൾ DB ചെയ്യുന്നത്. ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം DB കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റും. പിന്നെ ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു അത്യാവശ്യം ഒരു അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ DB നമുക്ക് തേപ്പിന് മുന്നേ വെക്കാൻ സാധിക്കുള്ളൂ. കാരണം കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇത് എല്ലാറ്റിൻ്റെ DB തന്നെ പല മോഡലുകൾ വരുന്നുണ്ട്. ഇത് വിജാഗിരിയുള്ള ടൈപ്പാണ്. വിജാഗിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ്. ജസ്റ്റ് സ്ക്രൂകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡോറ് തുറക്കുന്ന സമയത്ത് കുറച്ചുകൂടി പ്രൊജക്ഷൻ വരും. അപ്പോൾ അതുകൂടി വേണ്ടിയിട്ട് വേണം നമുക്ക് പുറമേക്ക് വെക്കാനായിട്ട്. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സർക്യൂട്ടുകൾ ഇറങ്ങിയിരിക്കുന്ന പൈപ്പുകളാണ് കാണുന്നത്. അതായത് 3 ഫേസ് DBയിൽ ഓരോ സെക്ഷനായിട്ട് 3 ഫേസിലേക്ക് വരുന്ന, അതുപോലെ സർക്യൂട്ടുകളിലേക്ക് വരുന്ന പൈപ്പുകൾ 25 mm പൈപ്പുകളാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. സർക്യൂട്ടിനെല്ലാം കൊടുത്തിരിക്കുന്നത് ആ പൈപ്പുകളാണ് നമ്മളെല്ലാം ഇതിനകത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്സ്റ്റെയർ മുകളിലേക്കുള്ള ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള കണക്ഷൻസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ PVC, അതായത് പ്ലംബിങ്ങിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് KCBയിൽ നിന്ന് വരുന്ന കിയോസ്കി വെച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് കേബിളാണ് കൊടുക്കുന്നത്. അത് വയറല്ല കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് മീറ്ററിൽ നിന്ന് നമ്മൾ കേബിൾ വഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഹോൾ ഇട്ടിരിക്കുന്നത്. അത് 1.5 ഇഞ്ച് പൈപ്പ് വെച്ച് നിങ്ങൾ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കിയോസ്കി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ബാക്കി കാണുന്ന എല്ലാം തന്നെ DBയിൽ നിന്ന് വരുന്ന സർക്യൂട്ടുകളെല്ലാം തന്നെ സെപ്പറേറ്റ് ഓരോ സെക്ഷനിലേക്ക് പോയിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏതൊക്കെ സർക്യൂട്ട് എവിടേക്കൊക്കെ പോകുന്നു കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം DBനെ കുറിച്ചും അതിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നു, അതായത് നമ്മൾ DB ഉറപ്പിക്കുന്ന സമയത്ത് ഇത് തേക്കാത്ത ഭിത്തിയാണ്. തേക്കാത്ത ഭിത്തി ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോറ് വരുന്നുണ്ട്. ഓരോ DBയും സെപ്പറേറ്റ് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഡോറ് വരുന്ന തുറക്കാനും കാര്യങ്ങളുള്ള അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ആദ്യമേ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനുശേഷം അതും കൂടി പ്ലസ് എക്സ്ട്രാ നമ്മൾ തേപ്പ് കനം കൂടി ഇടണം. അതായത് ഡോറ് തുറക്കുന്ന കനം കൂടി പ്ലസ് എക്സ്ട്രാ നമ്മുടെ തേപ്പ് കനം കൂടി ഇട്ടിട്ട് വേണം DB ഉറപ്പിക്കാൻ. അപ്പോൾ DB ഏകദേശം നമുക്കൊരു 1.25 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 1.25 ഇഞ്ചെങ്കിലും പുറത്തേക്ക് തള്ളി വേണം നമ്മൾ ആ ലെവലിൽ ഭിത്തി ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അത്യാവശ്യം പുറത്തേക്ക് തള്ളി വേണം നമ്മൾ DB സെറ്റ് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളാണ്. അത്യാവശ്യം നമ്മളൊന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ തേപ്പ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ പക്കയായിട്ട് നമുക്ക് നീറ്റായിട്ട് നമുക്ക് DB കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സംശയങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ.